കടുത്തുരുത്തി പിടിക്കുവാൻ കോപ്പുകൂട്ടി ഇടതുമുന്നണി. സ്ഥാനാർത്ഥി നിർണയം ഉടൻ. പ്രമുഖ വ്യക്തികൾ പരിഗണനയിൽ. കാൽ നൂറ്റാണ്ടോളമായി കടുത്തുരുത്തിയുടെ MLA ആയിരിക്കുന്ന മോൻസ് ജോസഫ് മണ്ഡലത്തിൽ പറയത്തക്ക ഒരു വികസനവും കൊണ്ടുവരാത്ത സാഹചര്യമാണ് കടുത്തുരുത്തിയിൽ നിലനിൽക്കുന്നത്. മണ്ഡലത്തിലെ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നു. വികസനം എന്ന പേരിൽ ഫണ്ട് അനുവദിക്കുകയും ആ തുകയുടെ സിംഹഭാഗം കമ്മീഷനായി അടിച്ചു മാറ്റുകയും ചെയ്യുന്ന പരിപാടിയാണ് കടുത്തുരുത്തിയിൽ നടന്നു വരുന്നത്. MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്ക് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേടുപാടുകൾ സംഭവിക്കുകയും തകർന്ന് വീഴുകയുമാണ്. കഴിഞ്ഞ ദിവസമാണ് ഞീഴൂർ പഞ്ചായത്തിൽ MLA ഫണ്ട് ഉപയോഗിച്ച് പണി കഴിപ്പിച്ച കെട്ടിടം തകർന്നു വീണത്. MLA ഒരു പദ്ധതിക്ക് ഫണ്ട് അനുവദിച്ചാൽ അതിന്റെ വർക്ക് MLA പറയുന്ന കോൺട്രാക്ടർ തന്നെ ചെയ്യണം എന്നതാണ് അവസ്ഥ. നല്ലൊരു തുക കമ്മീഷൻ ഇനത്തിൽ മാറുമ്പോൾ സ്വാഭാവികമായും കോൺട്രാക്ടർ പണിയിൽ കൃത്രിമം നടത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ MLA പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കുമെതിരെ ആരോപണം തിരിച്ചുവിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും MLA ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന പണിയിൽ MLAയുടെ അറിവില്ലാതെ ഒരു തിരുമറിയും നടക്കില്ല എന്നത് അരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. 2020-ലും ഇതിനു സമാനമായ അവസ്ഥ കടുത്തുരുത്തിയിൽ ഉണ്ടായിരുന്നു. അന്ന് കടുത്തുരുത്തി ടൗണിൽ മീൻ ചന്തയ്ക്ക് വേണ്ടി MLA ഫണ്ട് ഉപയോഗിച്ച് പണിത കെട്ടിടമാണ് തകർന്നത്. ഇങ്ങനെയുള്ള അഴിമതികൾ തുറന്നു കാണിക്കുവാനും മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനും വേണ്ട നടപടികൾ ഇടതുമുന്നണി സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ശക്തനായ നേതാവിനെ മത്സരിപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കുന്നതിനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത്. കേരള കോൺഗ്രസ് എമ്മിൽ നിരവധി സ്ഥാനാർത്ഥി മോഹികൾ ഉണ്ടെങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്ന ഒന്നാമത്തെ പേര് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയുടേതാണ്. കഴിഞ്ഞ കുറെ മാസങ്ങളായി കടുത്തുരുത്തിയിലെ എല്ലാ പരിപാടികളിലും നിറസാന്നിധ്യമാണ് ജോസ് കെ മാണി. കോഴായിൽ സയൻസ് സിറ്റി ഉദ്ഘാടനം ചെയ്ത വേളയിൽ എല്ലാ പ്രാസംഗികരും ഒരേ സ്വരത്തിൽ ആവർത്തിച്ച പേര് ജോസ് കെ മാണിയുടേതായിരുന്നു. മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ കൺവെൻഷനുകളിലും കടുത്തുരുത്തിയിൽ വെച്ച് നടന്ന യുവജന സംഗമത്തിലും യൂത്ത് ഫ്രണ്ട് M സംഘടിപ്പിച്ച ടർഫ് ഫുട്ബോൾ മത്സരത്തിലും നിറഞ്ഞു നിന്നത് ജോസ് കെ മാണി ആയിരുന്നു. ഇതോടെ ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നു എന്ന വിധത്തിലുള്ള ധാരാളം വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പാർട്ടി ചെയർമാൻ പാലായിൽ മത്സരിക്കണമെന്ന ശക്തമായ അഭിപ്രായമാണ് CPM സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ ജോസ് കെ മാണി ഇതുവരെയും തന്റെ അഭിപ്രായം വ്യക്തമാക്കിയിട്ടില്ല. നിലവിൽ ഇടുക്കി MLA ആയ മന്ത്രി റോഷി അഗസ്റ്റിനാണ് രണ്ടാമത്തെ പേരുകാരൻ. കടുത്തുരുത്തി മണ്ഡലത്തോട് ചേർന്നു കിടക്കുന്ന ചക്കാമ്പുഴ സ്വദേശിയാണ് റോഷി. ഇടുക്കിയിൽ നിന്നും റോഷി മാറിയാൽ ഇടുക്കിയിൽ സീറ്റ് യൂത്ത് ഫ്രണ്ടിന് നൽകാനാണ് സാധ്യത. ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ പേരും പരിഗണനയിലുണ്ട്. മൂന്നാമതായി കടുത്തുരുത്തിയിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടന്റേത്. എന്നാൽ സിറിയക് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ഭരണം കിട്ടുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്യണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. പിന്നീട് നടക്കുന്ന കോട്ടയം ലോക്സഭാ സീറ്റിലേക്ക് സിറിയക് മത്സരിക്കട്ടെ എന്നാണ് ഈ വിഭാഗം പറയുന്നത്. ഇവർ ഉയർത്തി കാണിക്കുന്ന പേര് മുൻ MP തോമസ് ചാഴിക്കാടന്റേതാണ്. അഞ്ചാമതായി പാർട്ടിയിലെ താക്കോൽ സ്ഥാനീയൻ എന്ന് ചില ചാനലുകൾ കളിയാക്കി വിളിക്കുന്ന കഴിഞ്ഞ തവണ മോൻസിനോട് പരാജയപ്പെട്ട സ്റ്റീഫൻ ജോർജ് ആണ്. എന്നാൽ തുടർച്ചയായ തോൽവികളും മണ്ഡലത്തിൽ സജീവമല്ലാത്തതും സ്റ്റീഫന് പാരയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ വെറും 4000 വോട്ടിനാണ് താൻ കഴിഞ്ഞ തവണ തോറ്റുപോയത് എന്നാണ് സ്റ്റീഫൻ അവകാശപ്പെടുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ KCM CPM പാർട്ടികളുടെ മുഴുവൻ വോട്ടുകളും തനിക്ക് ലഭിച്ചില്ല എന്നും സ്റ്റീഫന് പരാതിയുണ്ട്. പാർട്ടിയിലെ ഒരു യുവ നേതാവ് തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്നും ഇപ്പോഴും ചില മാധ്യമങ്ങളെ ഉപയോഗിച്ച് വ്യക്തിഹത്യ തുടരുന്നുവെന്നും സ്റ്റീഫൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കടുത്തുരുത്തി സീറ്റിനു വേണ്ടി മത്സര രംഗത്തുള്ള 6ാം സ്ഥാനീയൻ സഖറിയാസ് കുതിരവേലിലാണ്. ഇദ്ദേഹം മുൻ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഇതിനിടയിൽ നിലവിലെ ജില്ലാ പഞ്ചായത്ത് കുറവിലങ്ങാട് ഡിവിഷൻ മെമ്പറും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ നിർമ്മല ജിമ്മിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലാണ് നിർമ്മല ജിമ്മിയുടെ പേര് പരസ്യപ്പെടുത്തിയത്. അതോടെ ഇതുവരെ ചിത്രത്തിലില്ലാതിരുന്ന നിർമ്മല ജിമ്മിയുടെ പേരും സാധ്യതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ യോഗ്യരായ സ്ഥാനാർത്ഥികൾ ഒരുപാട് പേരുണ്ടെങ്കിലും അന്തിമ തീരുമാനം ജയസാധ്യത മാത്രം കണക്കിലെടുത്തായിരിക്കും എന്നാണ് പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് ഞങ്ങളോട് പ്രതികരിച്ചത്.